ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നീ ഇൻ്റർവ്യൂ കൊടുക്കുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആദിലൻ നെവിനോട്. എൻ്റെ അടുത്തായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നുണ്ട് നെവിന്. ഞാനല്ലേ കൂടുതൽ കോൺട്രവേഴ്സറി ഇവിടെ ഉണ്ടാക്കിയേക്കുന്നത്. കോൺട്രവേഴ്സറി താരം നെവിൻ കപ്രീഷ്യസ് ആംബ്രോസ്. കേട്ടിട്ട് തന്നെ എനിക്ക് എന്തോ പോലെ തോന്നുന്നു. 10 ദിവസം ഞാൻ ബിഗ് ബോസ് ഇവിടെ തന്നെ നിന്നോളാം. ഞാൻ നാട്ടിലോട്ട് പോകുന്നില്ല ബിഗ് ബോസ്, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. നെവിന് പേടിയാവുന്നു. ഇവിടെ പ്രൊഡക്ഷൻ ടീമായിട്ട് ഞാനിവിടെ കഴിഞ്ഞോളാം എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ധൈര്യമില്ല നാട്ടിലേക്ക് കയറി ചെല്ലാനായിട്ട്. ഇതിൻ്റെ കൂട്ടത്തിലേ ഈ നെവിനൊക്കെ നല്ല ചാൻസ് കാണാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ബിഗ് ബോസിനകത്ത് അനുമോളുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ നെവിൻ്റെ ആക്ടിവിറ്റി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര തമാശയും ഒരു നടക്കുന്നതിനകത്ത് വരെ എന്തൊരു കോമഡിയാണ്. നെവിനെ കണ്ട് തന്നെ ഇരുന്നാൽ നമ്മൾ ചിരിക്കും. കാരണം ആ ഹെയർ സ്റ്റൈലും ആ ഹെയർ സ്റ്റൈൽ അങ്ങനെ ചെയ്ത് വെച്ചിട്ട് പിന്നെ ഉള്ള ആ ഒരു കുക്ക് ചെയ്യുമ്പോഴൊക്കെ ഉള്ള ആ ഒരു ഇതും, പിന്നെ എപ്പോഴും ആരോട് എന്ത് വാക്കാ പറയാൻ പോകുന്നത് നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. ചിലപ്പം നെവിനൊക്കെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഫിലിമിലൊക്കെ ചാൻസ് കിട്ടാനുള്ള നല്ല സാധ്യതയുണ്ട്. കൊമേഡിയനായിട്ടൊക്കെ നെവിനെ വിളിക്കാൻ സാധ്യതയുണ്ട്. ഫാമിലി വീക്കിൽ തന്നെ വന്നവരെല്ലാവരും പറഞ്ഞത് നെവിനെ ഭയങ്കര ഇഷ്ടമാണ്. ഷാനവാസുമായിട്ടുള്ള പ്രശ്നം നടന്നു കഴിഞ്ഞിട്ടാണ് ഷാനവാസിൻ്റെ വീട്ടുകാർ വന്നത്. എന്നിട്ട് പോലും ഷാനവാസിൻ്റെ മോൾ ഉൾപ്പെടെ പറഞ്ഞത് നെവിനെയാണ് ഇഷ്ടമെന്ന്. അപ്പോഴേക്കും ഒരു വണ്ട് വന്ന് നെവിനെ കുത്താനായിട്ട്. അപ്പോൾ ഉടനെ പറയാ ഒരു സ്ഥലത്തിരുത്തത്തില്ലെന്നും പറഞ്ഞിട്ട് അവിടുന്ന് ചാടിയങ്ങ് എണ്ണീറ്റ് കൊന്നു കളത്തേ ഉള്ളൂ ഞാൻ ഈ സാധനത്തിന് എല്ലാത്തിനെയും. വൃത്തികെട്ട വർഗം കൊല്ലും ഞാൻ അതിനെന്ന് പറയുന്നുണ്ട്. എടുത്ത് കളയടാ അതിനെന്ന് ആദിൽ പറയുന്നുണ്ടേ. നെവിനെ കുത്താൻ വന്ന വണ്ടിനെ നാണ്ട ബിഗ് ബോസ് നല്ല കറക്റ്റായിട്ടും പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതെങ്ങാണം ബിഗ് ബോസിൻ്റെ ആളാണെങ്കിൽ പ്രൊഡക്ഷൻ ടീമിൻ്റെ വണ്ടിനെ കൊന്നെന്നും പറഞ്ഞുകൊണ്ട് എവിക്ഷൻ. അത് വേണ്ട, നീ അവിടെ ഇരുന്നൊന്ന് വണ്ടിനോടാണ് ഈ പറയുന്നത്. ഉറക്കത്തിൽ നിന്ന് വിളിച്ചെണീറ്റിട്ട് മിഡ് നൈറ്റ് എവിക്ഷൻ എന്നൊക്കെ പറയുന്നത് രണ്ടുപേരുടെ. ഒരാൾ മാസ്ക് ഒക്കെ ഇട്ട് വന്നിട്ട് രാത്രി അമ്മ വന്ന് വിളിച്ചുണർത്തിയിട്ട് പറഞ്ഞു വാ പോകാം എവിക്ഷൻ. നെവിൻ ആദിലയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കിപ്പം 4 lakhs + 10,000 കിട്ടിയില്ലേ ഇതുവരെ, ഇറങ്ങിയിട്ട് ഷെയർ അടിക്കണമെന്ന് പറയുന്നുണ്ട്. അത് ആരുടെ ഷെയർ? അപ്പോൾ പറയാണ് ഇന്ന് കാറിൻ്റെ അടുത്ത് പോയിട്ടുള്ള ടാസ്കില്ലേ അതൊക്കെ ഷെയർ വെച്ചായിരുന്നെന്ന്. അത് 50-50 ആണെന്ന് പറയുന്നു. അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് പോയത്. അനു ഫ്രണ്ടിൽ, അക്ബർക്ക് ഡിക്കിയിൽ, ഞാൻ മിഡിലിൽ. ഒന്നും കിട്ടാത്തതിനെക്കാട്ടി ഭേദമല്ലേ എന്തെങ്കിലും കിട്ടുന്നത്.